അപ്പോൾ നമ്മളിതാ പോകാൻ ഇറങ്ങുകയാണ്, റെഡിയായി. ഈ ഒരു വ്യവസ്ഥയിലൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ ഒമാന് പോയിട്ടാണ് പോണത്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒമാനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങും. പിന്നെ ഉള്ളത് എൻ്റെ ഹെയറാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ മുടി ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മുടീൻ്റെ സൈഡ് എടുക്കണം കേട്ടോ. അങ്ങനെ സൈഡ് എടുത്ത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിക്കണേ. അപ്പോൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കുറേ ആൾക്കാർ വിക്രമിൻ്റെ വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതാ അറിയില്ല, നിങ്ങൾ പറയാതെ കേട്ടോ. ഇനി ഇത് നിലനിർത്തണോ സ്ഥിരമാക്കണോ എന്നൊക്കെ നിങ്ങൾ പറയാം, ഓക്കെ. പക്ഷേ തലക്കൊരു സുഖമുണ്ട്, അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ യാത്ര വ്ളോഗുകളൊക്കെ നിങ്ങളെല്ലാവരും ഇരുന്ന് കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, ഓക്കെ. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ. സങ്കടമുണ്ട് അമ്മ, പോയരാം. അസ്സലാമു അലൈക്കും. പ്രാർത്ഥിക്കട്ടോ. ആയിക്കോട്ടെ. 20 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും, ഓക്കെ. 20 ദിവസത്തെ യാത്രയാണ്. എന്താ പറയാ നിങ്ങൾക്ക്? ഫോണിൽ സങ്കടം ഉണ്ടോ? കുറച്ച് ഒരു യാത്രക്ക് സമയമായി നിന്റെ മനസ്സ് പറയുന്നു. അങ്ങനെയാണ് ഈ യാത്രക്ക് പുറപ്പെടുന്നത്. പോയി വാ, നല്ലതിനല്ല പോണ്. ഓക്കെ, അപ്പോൾ ഒക്കെ പോയിങ്ങാണ്ട് വരും കേട്ടോ. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്ക്, വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യാം, ഓക്കെ. ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ വിളിക്കാം കേട്ടോ. ബഷർപ്പാക്കിയ മെസ്സേജ് അയച്ചിനി. അയച്ചോ. വണ്ടിക്ക് വെക്കട്ടെ. പൊതിച്ച് കണ്ടല്ലേ. ഞാൻ വിളിക്കാം, പോട്ടെ. അസ്സലാമു അലൈക്കും. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഒമാനിലെത്തിട്ടോ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഒമാൻ കണക്ഷൻ ഫ്ലൈറ്റ് തന്നെ ഞാൻ പറയാൻ മറന്നിട്ടോ ആദ്യം. അപ്പോൾ ഒമാനിലെത്തി. അപ്പോൾ നമ്മളെ സഫാൻ ഖാൻ്റെ ഫ്രണ്ട് ഉണ്ട് മുർഷി, അപ്പോൾ എന്നെ കൂട്ടാൻ വന്നാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് 11:40 ഞാൻ അബുദാബിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 2-3 മണിക്കൂറുണ്ട്. എന്തായാലും ഒമാനിലൊരു 10 ദിവസത്തെ വിസ എടുത്തേക്കണ്. അതിൽ സഫാൻക്ക് ഓനെ സെറ്റ് ആക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ അതിലൊന്ന് പുറത്തൊക്കെ പോയിട്ട് പിന്നെ കയറിയാൽ മതി ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. MRI എന്നല്ലേ, MRI ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കയറാണ്, ഉള്ളിൽ കയറാണ്. അപ്പോൾ ബോസ് എന്നെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഉറക്കം കഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവിടെ MRI ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ MRI ഫുഡ് കഴിക്കുകയാണ്. അതുകൊണ്ട് എന്താ നമുക്ക് ഒമാനെ കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകാൻ പറ്റി. MRI പ്രശ്നമല്ല, സുഖല്ലേ. ഞാൻ അബുദാബി പോവാണ്. മൂപ്പരെന്നെ കൂട്ടാണ്. ഒരു റിട്ടേൺ എത്തി, നാട്ടിലെത്തി. ഞാൻ സുഖം. ഞാൻ വേറെ 1-2 ട്രിപ്പ് ഉണ്ട്, കസാഖിസ്ഥാനൊക്കെ പോകാനുണ്ട്. അതെ അതെ, സഫാൻ ഖാന്റെ കൂടെ. നിങ്ങൾ നാട്ടിലെവിടെ? ആലപ്പുഴ. ഓക്കെ ഓക്കെ. എല്ലാവരും മലയാളീസ സ്റ്റാഫൊക്കെ? ഓക്കെ ഓക്കെ. എന്നാ കയറിയോട്ടെ. കണ്ടതിൽ സന്തോഷം. ഹായ്, സുഖല്ലേ? നിങ്ങളെവിടെ നാട്ടില്? ശരി. കണക്ഷൻ പ്ലേറ്റ് ആണ്, അപ്പോൾ പിന്നെ ഇവിടെ ജസ്റ്റ് ഇറങ്ങിയതാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒമാനിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒമാനിൻ്റെ തെരുവീതികളിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ്. നമുക്ക് അധികം സമയമൊന്നും ഇല്ല, എന്നാലും ഇല്ല സമയം കൊണ്ട് നമ്മൾ കറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. ഓരോ ബിൽഡിങ്ങിനും മുനിസിപ്പാലിറ്റിന്റെ അപ്രൂവ് ആണ്. ഈ കളർ വെക്കണോ ആ കളർ വെക്കണോ ആണോ? ചില കളർ മാത്രമേ, അതുകൊണ്ടാണ് എല്ലാം ഒരേപോലെ അതാണ് എല്ലാം മെയിൻ. ഓ, പള്ളികള് അടിപൊളി അല്ലേ? തിരിച്ചു ഇവിടെ കയറാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ ഒമാനിൽ വന്നിട്ട് ഇപ്പോൾ മുമ്പ് എനിക്ക് കുറേ പള്ളികൾ കാണിച്ചു തന്നിട്ടോ. പള്ളി എന്ന് പറഞ്ഞാൽ സീൻ പള്ളികൾ, അതായത് പള്ളിൻ്റെ ചൊറുക്കുണ്ടോ തന്നെ പള്ളിയിൽ കയറും, അങ്ങനത്തെ പള്ളികൾ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഈ മലമ്മക്കാട്ടോ, അമ്മറാത്ത് അല്ലേ?
അമറാത്ത് മലമൊക്കെ നമ്മൾ പോണത് ദൈ കാണുന്ന മലമൊക്കെ നമ്മൾ പോകണം കേട്ടോ. കുറച്ച് ലോങ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകും നമ്മൾ. മസ്കറ്റ് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കണല്ലേ. അത് നമ്മൾ ഈ അമേരിക്കയിൽ ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ആ മലേൻ്റെ മേലൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ഇവരും എന്ത് ചെയ്തിരിക്കണ് ഇവിടെ മസ്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിരിക്കണം ഇപ്പം. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണം കേട്ടോ. രാത്രി വന്നാലേ രസം. പിന്നെ ഒമാൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളില്ല അല്ലേ. അതേപോലെ ദുബായിത്തൊക്കെ പോലെ 100 നില 150 നില അങ്ങനത്തെ നിലകളില്ല, ബിൽഡിങ്ങുകളൊന്നുമില്ല. 12 15 അല്ലേ, 12 മാക്സിമം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലെ ബിൽഡിങ്ങുകളുള്ളൂ കേട്ടോ എല്ലാം. എനിക്ക് ഒരു ഖത്തർ പോയൊരു ഫീലാണ് കിട്ടുന്നത് ഇതിങ്ങനെ കണ്ടിട്ട്, ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ ഒമാനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ, ഒമാന് ശരിക്കും നമ്മൾ കരുതുന്ന പോലെയല്ല. ഈ ഇഷ്ടം പോലെ കാണാൻ സ്ഥലങ്ങളിലെ ഒരു രാജ്യമാട്ടോ ഒമാന്. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി, എന്നിട്ട് കണ്ട് പോയിക്കോളി. ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ വരെ കണ്ടത് മേലെ നിന്ന് ഇങ്ങനെ താഴത്ത് നോക്കിയപ്പോൾ ഫുള്ള് ഈ സാധനങ്ങളാണ് കണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ കുന്നുകളും മലകളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് ഞാനും കണ്ടത്. അപ്പോൾ ഒരു മരുഭൂമി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫീലാവും. പിന്നെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, മൂപ്പര് കുറേ സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ കാണുന്ന മാത്രമല്ല ഒമാന്. ഒമാൻ ശരിക്ക് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അല്ലേ. ഇഷ്ടംപോലെ സ്ഥലം. അതെ, അഡ്വഞ്ചർ എല്ലാം ഉണ്ട് അല്ലേ. അതായത് ഇവിടെ ബ്ലൂ വാട്ടേഴ്സും കാര്യങ്ങളും ഇങ്ങനെ ഈ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കോ? ഈ ഒരു ഇങ്ങനെ കാണുന്ന നമ്മള് വിശ്വസിക്കൂല. അപ്പൊ കവറിന്റെ സീസൺ ആണ്. കവറൊക്കെ ഉണ്ടാവോ? കടലിൽ കുളിക്കാൻ പോകുമ്പോ രാത്രി ഫുൾ കവർ നീന്തുമ്പോ. ഓ, അതായത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒമാനല്ല കേട്ടോ. ഒമാൻ എന്നുള്ളത് ഇവിടെ എല്ലാം നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ നമുക്കിത് അറിയണത്. അപ്പൊ അതേമാതിരി ഇന്നെ പോലെ തെറ്റിദ്ധരിച്ച് വെച്ച ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അറിയുന്നവർക്ക് അറിയാവും. അല്ലാത്ത ആളുകളുണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി, ഇങ്ങൊക്കെ അടിച്ചു പൊളിച്ച് ഫുള്ള് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്നാണ് നമ്മൾ ഇതുവരെ എല്ലാവരും റിവ്യൂന്ന് നമുക്ക് മനസ്സിലായത്. മൂപ്പര് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു, സീൻ സ്ഥലങ്ങൾ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നോളി, കണ്ടോളി. ആഹാ, എന്താ സ്ഥലം, ഇതെന്താ? ഇത് മത്രയ്ക്കുള്ള എൻട്രി പോയിന്റ്. എൻട്രി എന്തിൻ്റെ എൻട്രി? മത്ര കോർണിഷുള്ള എൻട്രി. മത്ര കോർണിഷ് അവിടേക്കല്ല എൻട്രി ആയിട്ടത് എന്താ അറിയില്ല. നമ്മൾ പോയോ കേട്ടോ, നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം നമ്മൾ പോണത് എന്ത് മാർക്കറ്റാണ്? മാനിയെല്ലാം ഇതുണ്ട് നമുക്ക്. പഴയ അവരെ കന്തൂറ, അതേപോലെ ഊത്, അത്തർ, അങ്ങനത്തെ അല്ലേ എല്ലാ മാർക്കറ്റ് ഉണ്ട്. ഗാർമെന്റ്സ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഒമാനി മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ. എന്താ റോഡൊക്കെ, സീൻ റോഡുകൾ, റോഡും സ്ഥലം നോക്കൂ, എന്താ സ്ഥലം. അപ്പോൾ ടൂറിസ്റ്റുകളെ കപ്പലൊക്കെ വരുന്ന സ്ഥലമാട്ടത്. ആർമിയാ? ആ, ഇതില്ലേ ഒമാൻ അങ്ങാടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കാണാണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഒഴിഞ്ഞട് വരിക, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് അടിപൊളിയായിട്ട് പോവുക. നമ്മളാ കാണണം വെറും മരുഭൂമി മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കി, കടലാണ് കിടക്കണം. കടൽ നീണ്ട് പരന്ന് കിടക്കുകയാണ്, നല്ല ചൊറുക്കില്ല കടലാണ്. അതിൽ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന കപ്പലുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അതായത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒമാൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം ഇവിടെ തകർന്നടിഞ്ഞു പോയി ഒമാനെ കുറിച്ചില്ലേ. അതായത് നല്ല സ്ഥലങ്ങൾ, അതായത് ഭയങ്കര ഇവിടുത്തെ ഓരോ പള്ളികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആർക്കിടെക്റ്റൊക്കെ ഭയങ്കര അടിപൊളി, ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലെ രൂപത്തിലാണ് ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരിക, വേറെ ഒന്നും പേര് പറയാനുള്ള. എനിക്ക് കുറച്ച് സമയം ഇവിടെ കിട്ടണുള്ളൂ. കിട്ടിയ സമയം കൊണ്ട് നമ്മൾ മാക്സിമം കറങ്ങി. ഇനി ഒമാൻക്കായിട്ട് വേറൊരു യാത്ര വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുർഷി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞത്, ഇവിടെ അതുണ്ട് ഇതുണ്ട്, കുറേ കൊട്ടാരങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് സമയമല്ല. പക്ഷെ ഇല്ലത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞിങ്ങോട്ട് പോരുക. പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിടത്ത് വന്നിട്ട് കണ്ടുപോയിക്കോളി. സൂപ്പർ സ്ഥലമാണ്, കുറേ ഉണ്ട്.
നമ്മളിത് ഇങ്ങനെ നടക്കുക കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ റൂമിലെത്തി. ഷമീൽക്ക എന്താ പറയല്ലേ, ഇത് സഫാൻ ഖാന്റെ സ്ഥിരം ഡിഷാണ് അറിയണത്. അപ്പൊ റൂമിലില്ല ഒരാളാണ് ഷമീൽ കേട്ടോ. ബോസ് ഇന്നലെ പന്തലിച്ചാണ്ട് വീണുകൊണ്ട് കൈയൊക്കെ ഷോൾഡറൊക്കെ ചാടി ആകെ സീനായിരിക്കും കേട്ടോ. അപ്പൊ സഫാൻക്ക് പറഞ്ഞ സഫാൻക ഇതെന്ത് ഈ ഡിഷിന്റെ പേരെന്താ പറഞ്ഞേ ആദ്യം കാണികൾക്ക്? സത്യം പറയാ വെറുതെ ഇത്തപ്പോ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിശപ്പിന് എന്തെങ്കിലും തിന്നണല്ലോ, അപ്പൊ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ പേരൊന്നുമില്ല. എന്തൊക്കെയാണ് അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ഇവിടെ കാരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ? കാരൊക്കെ ഫ്രീ ആണ്. അപ്പൊ പിന്നെ ഇവിടെ കണ്ണ് കാണുന്ന സാധനം ഫുള്ള് എടുത്തിടും. അപ്പൊ ഒരു സാധനമാവും. എന്തായാലും ഒരു നല്ല ഡിഷായിട്ട് മാറും അത്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവല്. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാല് എന്തുണ്ടാക്കിയാലും തിന്ന ആൾക്കാർ ഇവിടെ എത്ര ആൾക്കാരുണ്ട് മൊത്തം? ഞങ്ങള് ശരിക്കും റൂമിൽ ഇവലെ 5-6 ആൾക്കാരുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ ശരിക്കും 5-6 ആൾക്കാരുള്ള റൂമാണ്. ഇപ്പൊ ഞാനും സഫാൻക്ക് ഞങ്ങളൊക്കെ പാടെ ഒരു 5-8 ആൾക്കാരുണ്ട്. അപ്പൊ ഇനി വൈകുന്നേരം എല്ലാരും ഉണ്ടാവില്ലേ? രാത്രി എല്ലാരും ഉണ്ടാവും. നമുക്ക് കുറെ പരിപാടികളുണ്ടല്ലേ, കുക്കിംഗ് വ്ളോഗ് ഒക്കെ അല്ലേ നമ്മളെ? സീൻ കുക്കിംഗ് വ്ളോഗ് ഉണ്ട്. അതായത് എല്ലാവരും ഫുഡികളാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ കുക്കിംഗ് വ്ളോഗ് ഇല്ല നമുക്ക് ഇവിടുന്ന് പോകാന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യും. അപ്പോൾ ഇതേതായാലും സഫാൻക്കാക്ക് വിട്ടെടുത്തിക്കാണ് നമ്മൾ. ഇതെന്താ പഴം കണ്ടതീക്ക് എല്ലാം ഉണ്ട്, തിന്നാൻ പറ്റുന്ന സാധനം എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫിനിഷിങ് ഉണ്ട്, അതിമ സെറ്റ് ആവും. അപ്പൊ സഫാൻഖാനെ മുൻ പരിചയം വെച്ചിട്ടാണ് ഇവർ ഇത് പറയുന്നത്. സഫാൻക്ക് ഇതിന് മുമ്പ് ഇതേമാതിരി പലതും ട്രൈ ആക്കിക്കണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ഇന്നത്തെ പ്ലാനുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ അബുദാബിയിലെത്തി ഫസ്റ്റ് ഡേ ആണ്. ഒമാനിൽ കറങ്ങി ഇങ്ങനെ പോകുന്നു. ഇപ്പൊ അബുദാബിയിലെത്തി. സഫാൻ ഖാന്റെ അടുത്തെത്തി. നമ്മള് കസാഖിസ്ഥാൻ ട്രിപ്പ് വരാൻ പോവാണ് മറ്റന്നാള്. കസാഖിസ്ഥാൻ പോവാണ്. അപ്പൊ ലാസ്റ്റ് നിമിഷം ഇനി പോരാൻ ആർക്കെങ്കിലും താല്പര്യം 1-2 ആൾക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാൾക്കും കൂടി ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം പോരാണെങ്കിൽ പോരാ. അപ്പൊ എന്ത് ചെയ്യാ, ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യണ്ടേ, ഇതിന്റെ പിന്നെ ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കണ്ടേ. UAE ആളുകൾക്ക് പ്രത്യേകിച്ച് കേട്ടോ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും തോന്നുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളി, നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? നമുക്ക് ഒരു ടീം പൈക്കണ്, അതിക്ക് 2 ആൾക്കും കൂടി ഇല്ലേ? ദുബായിലെ 2 ആൾക്കാരുണ്ടായിരുന്നു ക്യാൻസലേഷൻ വന്നു. ഓക്കെ, ഓൾക്ക് എന്താ അർജന്റ് ഒന്നുകൊണ്ട് ക്യാൻസലേഷൻ വന്നാണ്. അപ്പൊ ആ 2 സ്ലോട്ട് കൂടി നമുക്ക് ഇനി ബാക്കിയുള്ളൂ. അപ്പൊ മോശമായില്ല, നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കും. അപ്പൊ നമുക്ക് കുറെ പ്ലാനുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു ജസ്റ്റ് ഇല്ലേ തുടക്കം മാത്രമാണ്. അപ്പൊ നല്ല സംഭവങ്ങൾ നമുക്ക് ഇനി കുറെ വരാണ്ട്. അപ്പൊ സംഭവം ആദ്യം തന്നെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യാണ്. എന്തിനാ വെച്ചാല് കോഴിക്കോട് നിന്ന് കയറി അബുദാബിയിൽ തന്തമ്പരലോട് കുത്തണ വരെ നിങ്ങൾ ഇവിടെ ഫോണിൽ ഇരുന്നാണ്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്ത് തന്ന് അതിന് ഒരുപാട് താങ്ക്സ്. ഞാൻ ഒമാനിൽ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിനി. ഒമാനിൽ ഞാൻ അവിടെ വിസ എടുത്തി തന്നി നിങ്ങൾ. ഞാൻ പുറത്തിറങ്ങി അവിടെ അപ്പോത്തിന് ഞാൻ ഇറങ്ങിയപ്പോത്തിന് ആള് കൂട്ടാൻ വന്ന്, നമ്മളെ മുബശ്ശേർ കൂട്ടാൻ വന്ന് എന്നെ കൊണ്ടുപോയി ആ ഇല്ല സമയം കൊണ്ട് പറഞ്ഞാൽ അതിൽ എയിലൊക്കെ കാണിച്ചു തരാൻ പറ്റും, ഒക്കെ കാണിച്ചു തന്ന് എന്തൊക്കെ ഫുഡ് വാങ്ങി തരാൻ പറ്റുമോ ഫുള്ളും വാങ്ങി തന്ന് ഫുൾ. എന്നിട്ട് എന്നെ എയർപോർട്ടിക്ക് 11:40 ഫ്ലൈറ്റ് ആണ്. ഇന്നെ കൊണ്ടുവന്നാക്കണ പിള്ളേരോ 10:45 കറക്റ്റ് 1 മണിക്കൂറുള്ള സമയത്ത് ഓടിക്കണ ഞാൻ ബോർഡിങ്ങിന്. ഞാൻ ബോർഡിങ്ങിന് ഓടിക്കണേ. എന്നിട്ട് പോയി കണ്ട ഏതായാലും കറക്റ്റ് ലാസ്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ആ ടൈമിലാണ് എത്തുന്നത്. എന്തായാലും അബുദാബി നമ്മൾ എത്തി. ഇപ്പൊ റൂമിൽ എത്തിയിട്ടുള്ളൂ. ഇനി ഫ്രഷ് ആയത് കഴിഞ്ഞ് വൈകുന്നേരം മുതൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മളെ വ്ളോഗുകൾ ഫുള്ള് നിങ്ങൾ കണ്ടോളി. വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും അല്ലെ, വെറൈറ്റി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് വ്ളോഗിൽ വരും, പുറകെ വരും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലേക്കും കുത്തി പൊട്ടിച്ച ഒക്കെ ചെയ്യുക, നമ്മളെ കൂടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളേ പെട്ടി പൊട്ടിക്കണം കേട്ടോ. കാരണം പെട്ടി പൊട്ടിച്ചാലേ ഇതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുള്ളൂ. ആദ്യം ഒന്ന് കുളിക്കണം. നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആണ്. കത്തിന്റെ ആവശ്യമില്ല, ഇത് വലിച്ചു കയറി കിട്ടൂലേ? ഓരോന്നും വലിച്ചേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടി ആദ്യം പറഞ്ഞു. എനിക്ക് നിങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ, കാരണം നമ്മുടെ റൂമിൽ ചക്കന്മാരൊക്കെ അല്ലേ എനിക്കറിയാം.
അപ്പോൾ കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രിക്കുള്ള ഫ്ലൈറ്റിൽ സഫാരിക്ക് എന്നെ വിളിക്കണത് വൈകുന്നേരം 6 മണിക്കാണ്. പിന്നെ എനിക്ക് 3 മണിക്കൂറുള്ളൂ ഇനി. അപ്പോൾ ആ ഒരു തത്രപ്പാടിൽ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നും വാങ്ങാൻ കൂടിയിട്ടില്ല. പ്രവാസി, അതെ സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് പൊട്ടിച്ചേട്ടാ ആദ്യം. ഇതിനൊരു ലോക്ക് ഉണ്ടല്ലോ, എൻ്റെ ചാവി എൻ്റെ ആ സൈഡ് ബാഗിലേക്കാണ്. അല്ല, നമ്പർ ലോക്ക് ഇട്ടില്ല. ഇതിന് വേറൊരു ലോക്ക് ഉണ്ട്, അത് ആ സൈഡ് ബാഗിലുണ്ടാവും. അപ്പോൾ കിട്ടും. ഒന്ന് ഇതിനകത്ത് കല്ലീരിലെ കാണാനും ഒന്ന് സഫാൻ ഖാനെ കാണാനുമാണ് റോക്കി ദുബായിൽ വന്നിട്ടുള്ളത് കേട്ടോ. റോക്കി പിന്നെ അമ്മനോട് ഇവിടുന്ന് വരുമ്പോൾ കുറേ സ്വർണം കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിരിക്കണ, അല്ലാതെ അമ്മ വിട്ടിട്ടില്ലേ. അതിന് റോക്കി എന്ന് പറഞ്ഞു, അമ്മക്ക് ഞാൻ വരുമ്പോൾ ഒരുപാട് സ്വർണം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോപ്പാക്കി വെച്ചിക്കണം അമ്മനെ. ആ, അങ്ങനെയാണ് റോക്കി ഇപ്പോൾ ഇവിടെ എത്തിക്കണത്. അതെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സോപ്പ്. ഞാൻ വേറൊരു ഷൂ കൂടി എടുത്തിക്കണേ, ഞാൻ ബാലൻസ്. ന്യൂ ബാലൻസ് വാങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അപ്പൊ സുഹൃത്തുക്കളെ, മലബാർ ബേക്കറി സമ്മാനിക്കുന്ന ഇളനീൻ അലുവയാണ് ആദ്യമായി ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നത്. ഹാപ്പി അല്ലേ? നിങ്ങളാ ക്യാമറയുടെ കൊടുത്തുകൊണ്ട് വരി. അപ്പോൾ ആദ്യമായി നമ്മൾ മലബാർ ബേക്കറി സമ്മാനിക്കുന്ന ഒരു ഇളനീൻ ഹലുവ. താങ്ക് യു. ഓക്കെ. പിന്നെ നമ്മൾ സമ്മാനിക്കുന്നത് പേരറിയാത്തൊരു കടയിൽ നിന്നുമുള്ള എണ്ണയിൽ പൊരിച്ച, ഓയിലിൽ പൊരിച്ചല്ല, എണ്ണയിൽ പൊരിച്ച കുറച്ച് ചിപ്സാണ് നമ്മൾ നിങ്ങൾക്ക് കൈമാറുന്നത്. ഹാപ്പി അല്ലേ? ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സാധനം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തരാം, കാരണം നിങ്ങൾ ഞെട്ടിത്തരിക്കണം. തുറക്കി. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ why this man called a genius? എന്താക്കണേ? നിയോ റോപ്സി പ്ലസ് കുടിൽ വ്യവസായം സമ്മാനിക്കുന്ന കാപ്പി എള്ളുണ്ട. വീണ്ടും നിയോ റോപ്സി പ്ലസ് സമ്മാനിക്കുന്ന കറുപ്പ് എള്ളുണ്ട. കെ സ്വീറ്റ്സ് സമ്മാനിക്കുന്ന ഒരു കടലമുട്ടായി. കടലമുട്ടായിൻ്റെ ആളാണ്. അതേപോലെ കെ എഫ് സി സമ്മാനിക്കുന്ന ഒരു മിച്ചർ മുട്ടായി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എന്തുള്ളത് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയുള്ളതൊക്കെ എൻ്റെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പിന്നെ ഷവർ ജെൽ, ഇത് പെണ്ണുങ്ങളാക്കി തന്നാണ്. ഞാൻ അവിടെ പോയി കണ്ട് വേറുള്ളവരെ സോപ്പ് തീർത്ത് അല്ല, ഇത് ഓളൊരു കുപ്പിയിലൊക്കെ ആക്കിയാണ്ട് തന്നതാണ് പാവം. അപ്പം എൻ്റെ മുണ്ട് കിട്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എന്ത് ചെയ്തുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവന്നല്ലോ. ഹാപ്പി അല്ലേ? 100%. അതായത് ഈ ഒരു സമയത്ത് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഞങ്ങളുടെ ബാസിലുണ്ട്. ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു. ഇവിടെ വേറെ ആരുമില്ല, എല്ലാവരും പണിക്ക് പോയിക്കോട്ടോ. റൂമിലുള്ള ആൾക്കാരൊക്കെ പണിക്ക് പോയിക്കണം. അപ്പം ഇനി എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂട്ടിക്കെട്ടിലും വ്ളോഗുകളായിട്ട് നമ്മൾ വരും. നമുക്കൊരു കാസർഗോട്ടുകാരുണ്ട്, മിസിരി മിച്ചി. മൂപ്പര് കേക്കണ്ട, ഫുള്ള് ഇവരെല്ലാരും ട്രോളാണ് പറഞ്ഞിട്ട്. പാവത്തിന് മിസിരി മിച്ചി പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റയിലെ പേര് മിസിരി മിച്ചി പറഞ്ഞിട്ട് ഫുൾ ട്രോളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും നല്ല രസകരം. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് ബാക്കി വീഡിയോസ് വെച്ച് വരട്ടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു? नहीं. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ അബുദാബിയുടെ തെരുവീതികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോണേ ഷെയ്ഖ് സായിദ് മോസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അബുദാബിയിൽ വന്നിട്ട് ഞാൻ കണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇവിടെ പെഡസ്ട്രിയൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കേട്ടോ. കാരണം പെഡസ്ട്രിയൻസ് നടക്കാൻ ഓങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഇവിടെ എന്ത് ചെയ്യണം? നിർത്തി കൊടുക്കണം അല്ലേ? ഓല് ക്രോസ് ചെയ്യും കൂടി വേണ്ട, ആ സൈഡിൽ വന്ന് നിന്നാൽ തന്നെ അതിലെ റോട്ടിൽ കൂടെ പോണേ വണ്ടിക്കാരെന്ത് ചെയ്യണം? അവിടെ നിർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ സാധനം വരും. എത്ര ഫൈന് ഷമീക്ക? 400. 400 ദിർഹം അല്ലേ? 400 ദിർഹം ഫൈനാണ്. അല്ലെങ്കിൽ
ആ നാട്ടിലത്തെ 10,000 റുപ്യൻ്റെ അടുത്തൊരു വരും. കാരണം കണ്ടമാനം CID ഉണ്ടാവും ഇവിടെ. ക്യാമറ വേണമെന്നൊന്നുമില്ല. ഫൈൻ ഇങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മൾ അന്തം വിടുക. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇവിടെ. അതായത് കാൽനട യാത്രക്കാർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷേഖ് സായിദ് മോസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആപ്കാ നാം ക്യാ ഹേ? मेरा नाम सरदार है सर. സർദാർ. യു ആർ ഫ്രം? I'm from Pakistan. പാകിസ്ഥാൻ. ഓ, അവർ നൈബറിങ് കൺട്രി. വി ആർ ഫ്രം ഇന്ത്യ. Ah, yes. കേരള. Kerala. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മളൊരു പാകിസ്ഥാൻ കാക്കാനെ കിട്ടിയിരിക്കണേ നമ്മൾ ഡ്രൈവറായിട്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്കിലാട്ടോ. സുഫാൻക്ക് നമുക്ക് ഇത് കിട്ടോ, സൺസെറ്റ് കിട്ടോ? സൺസെറ്റ് കിട്ടാൻ സൺസെറ്റിന്റെ കറക്റ്റ് ടൈമിലേക്ക് നമ്മൾ എത്താം. അപ്പോൾ നമ്മൾ ഷേഖ് സായിദ് മോസ്കിലേക്ക് സൺസെറ്റ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് പോണത്. ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടാക്കട്ടെ. കാരണം ആ പള്ളി എന്ന് പറഞ്ഞാൽ അബുദാബി എന്ന് പറഞ്ഞാൽ ആ പള്ളിയാണ് അല്ലേ? അബുദാബിയിൽ വരുന്ന ഒരാൾ ആ പള്ളി കയറാതെ പോകരുത് എന്നാണ് ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ സീൻ പള്ളി, എന്താ ചൊറുക്കറിയ പള്ളി. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി വെക്കാൻ പോകട്ടെ. ഉള്ളിൽ കയറാൻ പറ്റില്ല, എൻട്രി ഉണ്ടാവില്ല, സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏതായാലും പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബിത്തെ ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഷേഖ് സായിദ് മോസ്ക്. അപ്പോൾ നമ്മളവിടെ വലിയൊരു ഗാർഡനിങ് കാര്യങ്ങൾ, അതായത് സമ്മതിക്കണം കേട്ടോ. നമ്മൾ വേറെ രാജ്യത്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അത് ഇത് നല്ല ഏത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണമല്ലോ. അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നോക്കി. ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മരം നിൽക്കണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണ്. ഇത് നോക്കുന്നിടത്ത് മുഴുവൻ അങ്ങനത്തെ മരങ്ങൾ. അതേമാതിരി ആ റോട്ടിൽ കൂടെ ഉള്ള ചെടികൾ കാര്യങ്ങൾ എല്ലാം വളരെ പക്ക. എന്താ പറയാ, നമ്മളെ നാട്ടിൽ ഉണ്ടാക്കും, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കറക്റ്റ് അല്ലേ? ഇവിടെ നല്ല എല്ലായിടത്തും നമ്മളെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് പോകും. പിന്നെ മെയിൻറ്റെയിൻ നമ്മളെ നാട്ടിലൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കി എന്താ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വച്ഛ ഭാരത് എന്നൊക്കെ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ട്, അത് നോക്കാനും പിടിക്കാനും ആളില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ല അല്ലേ? പൊന്നാര മക്കളെ അങ്ങോട്ട് നോക്കി, ഒരു സീൻ കാക്ക അവിടെ. എന്ത് കളി കാട്ടണ്? കാട്ടുകൂടെ പോയോ? ഞാൻ ആദ്യം കരുതി എക്സസൈസ് ചെയ്യണത്. എക്സസൈസ് അല്ല കേട്ടോ, വേറെന്തോ സംഭവമാണ്. ഓക്കേ, ഞങ്ങൾ നടന്നു നീങ്ങല്ല, ഞങ്ങൾ കാറിൽ നീങ്ങി. തുരങ്കപാത. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു തുരങ്കപാതയിലേക്ക് കയറാൻ പോവാണ്. കാണൂ. വൗ, നമ്മളവിടെ മറ്റേ കുതിരാൻ പോകണ്ടോ ഇങ്ങനെ തുരങ്കപാത ഇട്ടണെങ്കിൽ? പെട്രോൾ. സുഹൃത്തുക്കളെ, നമ്മളിതാ ദൂരെ നിന്ന് ഈ കാണുന്നതാണ് ഷേഖ് സായിദ് മോസ്ക്. എന്താ ചൊറുക്കന്നെ. ഓ, മാരക വ്യൂ കേട്ടോ. ആ കാണൊരു വെള്ള കൊട്ടാരം മതി. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നതാണ് ഷേഖ് സായിദ് മോസ്ക് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇതാ നമുക്ക് നമ്മളെ ഫ്രെയിമിൽ വളരെ വ്യക്തമായിട്ട് സംഭവം കിട്ടി. എന്താ ചൊറുക്ക് കാണാൻ. ഇതാണ് വ്യൂ കേട്ടോ. കണ്ടോളി. ഓ, അതിൻ്റെ ഫ്രണ്ട് കവാടം പാസ് ചെയ്ത് പോയല്ലോ നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് നമ്മളെ പള്ളി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് കൂടെ നടന്നിട്ട് വേണം ചെയ്യാൻ അവിടെ എത്താൻ കേട്ടോ. അല്ലാതെ എൻട്രൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കയറി നോക്കട്ടെ കേട്ടോ. നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഞാനുണ്ട്, സുഫാൻക്കുണ്ട്, ഷെയ്മുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ കാണാൻ വന്നാട്ടോ. അതായത് ഷെയ്ഖ് സായിദ് പള്ളി ഇവിടെ വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിഫ്ലക്ഷൻ കാണാം. അതിനും വേണ്ടി ഇങ്ങോട്ട് വന്നാണേ. എന്താ രസല്ലേ. അതിലൊരു കിളിയുണ്ട്, ആ കിളി വെള്ളം അങ്ങനെ അളക്കുകയാണ്. അതാണ് ആ ഒരു ബ്ലർ പോലെ. എന്തൊക്കെയാണ് ബീലബനിലെ പിസ്താഷ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നാണ് നമ്മള്. ഏതാ ട്രൈ ചെയ്യണം? ഏതാ വണ്ടി? എന്താ വണ്ടി? ഫസ്റ്റ് ടൈമാണ് അസീബൊക്കെ പറയണത് കഴിക്കാൻ നമ്മൾ വന്നുള്ളത്. എന്തൊക്കെയാണ്? അസീബിക്ക് എന്തോ ഒരു പിസ്താഷ്യോ എന്തോ സ്പെഷ്യൽ ഉണ്ട്. അപ്പൊ നാട്ടില് ഈ സൈൻ ലെവലിന് കുറെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തിന്നുമ്പോൾ ഓരോരുത്തർ പറയണേക്കാം തിന്നുമ്പോൾ ഇത് തിന്നണം ഇത് തിന്നണമെന്ന്, അങ്ങനെ ബി ലെവൻ തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേക്കാം. അപ്പം അങ്ങനെ നമ്മൾ അസീബിക്ക് നമ്മളെ ആഗ്രഹം സഫലീകരിച്ച് തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാട്ടോ. എടുത്ത് കഴിച്ചോക്കട്ടെ ബി ലെവൻ കേട്ടോ. അപ്പം എന്നോട് എല്ലാവരും പറയുന്നുണ്ട് എടുക്കുമ്പോൾ എടുക്കണം. വേണ്ടാ, ഒരു നല്ല തിരക്കിലാണ്. വീഡിയോ വെച്ചില്ല. അപ്പം നോനോ എന്ന് പറഞ്ഞത് അപ്പം എന്താ വെച്ചാൽ ഇതിന് സീക്രട്ട് പുറത്തു പോകാൻ പാടില്ല. അതാണ് ഒരു നോനോ എന്ന് പറയണത്. അപ്പം നമ്മൾ എടുക്കുന്നില്ല, കാരണം സീക്രട്ട് ആയിട്ട് നിൽക്കണം. അപ്പോഴേ അതിനൊരു ഇതുള്ളൂ. മേക്ക് ചെയ്യാൻ എടുക്കാൻ പാടില്ല. ആ ആയിക്കോട്ടെ ബോസേ, മേക്കാനൊന്നും എടുക്കാൻ പറ്റൂലേ നമ്മളൊക്കെ. അപ്പം നമ്മൾ എടുക്കണ്ട, നമുക്ക് ഓർഡർ തന്നെ എടുക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. അസീബ് എന്താ ഓർഡർ ചെയ്യണേ? എന്താണ്? അതല്ലേ ആ സംഭവം ഉണ്ടോ സാധനല്ലേ? ഓക്കെ സെറ്റ്. നമ്മള് നോക്കട്ടെ, ട്രൈ ആക്കി നോക്കാം അല്ലേ. സോറി, മറന്നുകൊണ്ട് പിന്നെ അടിച്ചാണ്. കൈ ഒടിഞ്ഞാണ് വിചാരിക്കുന്നത്. എന്താ ഓർഡർ ചെയ്യണേ? പിസ്താഷ്യോ ഒറ്റ പേര്. എല്ലാതും ഓരോ പ്ലേറ്റ് എടുത്തോ. ഓർഡർ കഴിഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞാണ് ശരി കണ്ടോ. ഇപ്പം പറഞ്ഞത് തെറ്റാണ്. പേര് നമുക്ക് പിന്നെ തീരുമാനിച്ചാ അത് സാധനം വരട്ടെ. അല്ല ഇതെന്ത് സാധനം? ആ കൊടുത്തൊരടി നോക്കട്ടെ. അവിടെ സ്റ്റിച്ച് ഉണ്ടല്ലേ, പ്രശ്നമില്ല. വരുത്തങ്ങണ്ടേ വേദനയൊക്കെ സഹിച്ചാണ് പ്രശ്നമല്ല. കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, കണ്ണെന്നൊക്കെ വെള്ളം പോകുന്നത്. ഏയ് പ്രശ്നമില്ല. കേക്കാതെ പോയി. ഞാൻ എനിക്ക് വേണ്ടി കളിക്കാൻ പോയതല്ല, നാട്ടിൽ നിന്ന് ചെലോല് വന്ന് കളിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് നമ്മള് വീണടന്നിട്ട് ഇപ്പൊ ഗോളടിക്കാം. പക്ഷെ കളി ഇവന്റെ പുകലോട് കൂടി എനിക്ക് കളിക്കാൻ പറ്റില്ല. നല്ല ത്രില്ല്. മധുര ക്രേവിങ്സ് കൊണ്ട് കാത്തു കേട്ടോ ഇവലൊക്കെ. ഷുഗർ ഡയറ്റ് ആണ്. ഷുഗർ ഡയറ്റ് രാവിലെ മുതൽ പറഞ്ഞു തുടങ്ങിയത്. ചായ അടിക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ ചായ അടിക്കില്ല. എന്റെ ഫ്രണ്ട് ബാസിൽ ഇവിടെ വന്നിട്ട് ഞാനിവിടെ എനക്ക് സൗഹൃദം എന്താ നൻപൻ ബീലബൻ ഫുഡ് സ്റ്റാഫ്. എടുത്തോക്കൂ. അൺബോക്സ് ചെയ്യ് സഫാൻക്ക്, അൺബോക്സ് ചെയ്യ്. ഓരോന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മള് സുഹൃത്തുക്കളെ സകല ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറ്റൊക്കെ നമ്മൾ പൊട്ടിക്കുകയാണ്. വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ വയ്യ, കാരണം അത്രത്തോളം ആൾക്കാരാണ് എന്നോട് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണം പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടോ.
ഇതെല്ലാം മിക്സ് ചെയ്യണത്. ആ നല്ല മിക്സ് ചെയ്യണം, കംപ്ലീറ്റ് മിക്സ് ചെയ്യും. സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് അല്ലേ, അടിപൊളി. അപ്പം ഇത് നമ്മൾ കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾ അടുത്ത സാധനം കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമ്മൾ B11 ട്രൈ ചെയ്ത്. ഇതിൻ്റെ പേരെന്തേനി, എന്താണ്? കോശരി പിസ്താശ്. കോസ്തരി പിസ്താശി. അതെന്തായിക്കോട്ടെ, പേരെന്തായിക്കോട്ടെ, സാധനം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അപ്പോൾ ഡിഫറൻസ് പറഞ്ഞുതരാം. നാട്ടിലെന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, അതായത് സീൻ മധുരം പറഞ്ഞാൽ കുത്തണ മധുരമാണ്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ആ ഒരു മടുക്കണ കുത്തണ ടൈപ്പ് എന്തില്ല, ആ ഒരു മധുരം ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് തിന്ന് നോക്കിയപ്പോൾ. നാട്ടിൽ നിന്നിന് ഇതും തിന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇപ്പോൾ അതാണ്. കുറച്ചും കൂടി നാച്ചുറലായി പറഞ്ഞ ഒത്തന്റിക്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാൻ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഷമീൽ. അതെ അതെ. സ്വയം പറയുന്നുണ്ട്. അപ്പൊ പ്രായത്തിന്റെ പേരിൽ അടിയപ്പോ എന്ത് ചെയ്ത് യങ് അയാള് തുറക്കട്ടെ എന്നുള്ളൊരു എങ്ങനോ പറയണു. കഴിഞ്ഞ ലീവിന് പോയപ്പോ പെണ്ണിട്ടില്ല. സെറ്റ് അടിപൊളി. അതിന്റെ അടിയിൽ കൂടെ എന്തോ പറഞ്ഞല്ലോ. ഓ സോഫാൻ കാ സീൻ മാങ്ങട്ടത്. ഇത് തായ്ലൻഡ് ഇതാ മാങ്ങന്റെ അതേമാതിരി ഉണ്ട്. മിക്സ് ചെയ്ത് ഫസ്റ്റ് കഴിക്കാനല്ലേ പറഞ്ഞാൽ എന്താ സംഭവിച്ചാല് ഫസ്റ്റ് കഴിക്കാന് ഇല്ലേ, നമ്മൾ ആദ്യം ഇത് തുറക്കണ്ടിരുന്നു. അതേ ഞാൻ പറഞ്ഞു. അതന്നെ എങ്ങനെയുണ്ടേ? ഒഡന്റിക്ക്. അല്ല ഇനി കസാര ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നിരിക്കാണ്. പാവം. ഓ സീൻ മാങ്ങ കേട്ടോ. ഈ മാങ്ങക്കാണ് പൈസ. പിസ്ത മാത്രം കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്താണ് അസീഫ്ക്ക് എന്താ സാധനം ഓർഡർ ചെയ്ത നിങ്ങളാണ്? അപ്പൊ ബീഫിന്റെ റിബ്സ് മന്തിയാണ് ഓർഡർ ആക്കിയിരിക്കണത്. പിന്നെ അതേപോലെ ദുബായിലുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ കോളയാണ് കോള, ഇവിടുത്തെ പെപ്സിയാണ് പെപ്സി, ഇവിടുത്തെ സെവനപ്പാണ് സെവനപ്പ്. അപ്പൊ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോൾ എടുത്തിക്കണം കേട്ടോ. സംഭവം ശരിയാണ്, ചെറിയൊരു മാറ്റമൊക്കെ വെച്ചും തോന്നി ഇത് കുടിച്ചപ്പോ. അപ്പൊ ആ സംശയം നമ്മള് ഈ വരവോട് കൂടി തീർത്തിട്ടുണ്ട്. അപ്പൊ അത് റിബ്സ് മന്തി നമ്മൾ കഴിക്കാൻ പോകട്ടെ. ഇത് 2 അരി ഉണ്ടല്ലോ, 2 ചോറുണ്ടല്ലോ, ഒന്ന് മന്തി ഒന്ന് റൈസ്. അപ്പൊ ഫുൾ ടീം എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ടേ നേരെ ഇരുന്ന് കേട്ടോ നമ്മള്. അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്. എന്താ കഴിക്കല്ലേ? എടുത്തോ എടുത്തോ. ഓ വീണ് വീണ് എല്ലാം വീണ്. എടുത്തോളി എടുത്തോളി എടുത്തോളി. ഇട്ട് കഴിക്കാം. കഴിക്ക് കഴിക്ക് കഴിക്ക്.